ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അനുപമ വീട്ടിലെത്താണ് കേട്ടോ. തൻ്റെ വീട്ടിലെത്തുമ്പോൾ ഭാനുമ പറയാണ്, മോളെ രഘുവിൻ്റെ മാനസികാവസ്ഥ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. എന്തായാലും തെറ്റ് ആർക്കും പറ്റാം, പക്ഷേ ആ തെറ്റിലോട്ട് വീണ്ടും വീണ്ടും അമ്പിളി രഘുവിനെ വീഴ്ത്തിയിടുകയാണല്ലോ. ഇത് കൂടുതൽ പ്രശ്നത്തിലോട്ട് വഴിയൊരുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്. അമ്പിളി ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവിടെ ഒരു ശരിയുണ്ട്. എന്നാൽ രഘുവേട്ടനാണെങ്കിലോ, രഘുവേട്ടൻ ഒരു പെണ്ണിനെ സഹായിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ അത് എത്ര പറഞ്ഞാലും ഒരു ഭാര്യയായി അമ്പിളി ചേച്ചിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ എന്നൊക്കെ പറയുമ്പോഴാണ് ഇന്ദ്രൻ്റെ കടന്നു വരവ്. അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ ആകെ ആടി ഒലഞ്ഞിരിക്കുകയാണ്. താൻ കണ്ട ഇന്ദ്രേട്ടനല്ല. ഇന്ദ്രേട്ടൻ എന്ത് പറ്റി ഇന്ദ്രേട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്ക് യാതൊരുവിധ സ്വസ്ഥതയില്ലാനു, എൻ്റെ മനസ്സ് ആകെ ആടി ഒലഞ്ഞിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ വീണ്ടും വേദനിപ്പിച്ചു. അപ്പം അത് കേട്ട ഉടനെ തന്നെ എന്താ ഇന്ദ്രേട്ട, എന്താ ഇപ്പോൾ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം പറയാണ്, എനിക്ക് സഹിക്കുന്നില്ലാനു, എൻ്റെ മനസ്സാകെ എന്തോ ഒരു വേദന പോലെ, കുറച്ച് നേരം ഞാൻ എൻ്റെ മടിയിൽ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ഇന്ദ്രേട്ടൻ കിടക്കൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ്റെ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ഇന്ദ്രേട്ട ഇപ്പോഴത്തെ പ്രശ്നം, ഇന്ദ്രേട്ടൻ എന്തായാലും അമ്മ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഉള്ള സത്യങ്ങൾ എന്തായാലും. അപ്പോഴേക്കും ഭാനുമ പറയണ, മോനെ എന്തായാലും ഇത് അറിയേണ്ടതാണെങ്കിൽ ദൈവത്തിൻ്റെ വിധിയാണെങ്കിൽ അത് അറിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട. എന്തായാലും സുശീല വളർത്തമ്മയാണെന്നുള്ളത് അവൾ നിന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ നിന്നെ വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ പറയണേ, ഇനി ഞാൻ ആ വീട്ടിലോട്ട് പോകുന്നില്ല. എനിക്ക് അവരെ കാണുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പിടി വിട്ടു പോകും, എൻ്റെ സമനില തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ സങ്കടം ഇന്ന് എൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞാൽ അവർ നാളെ എൻ്റെ അച്ഛനും അല്ല എന്നുള്ളത് ഇപ്പോൾ പറയൽ കഴിഞ്ഞു. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി അവരതെൻ്റെ മുഖത്തടിച്ച് നീ എൻ്റെ ഭർത്താവിൻ്റെ മകനല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇറങ്ങിപ്പോരില്ലാനു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ താമസമാക്കാം. ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ കൂടപ്പിറപ്പുകൾ, അതായത് എൻ്റെ അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ എൻ്റെ വേറെ ആരെങ്കിലും എനിക്ക് സഹോദരങ്ങളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഭാനുമ പറയണ, മോനെ ഇനി എവിടോട്ട് വെച്ചിട്ട് എന്നാ പോവുക, അത് എൻ്റെ അച്ഛനെ കണ്ടെത്തണം, അതാണ് എൻ്റെ വാശി എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം അനുപമ എന്ത് പറഞ്ഞിട്ടും ഇന്ദ്രനെ തണുക്കുന്നില്ല മനസ്സ്. അങ്ങനെ ഈ സമയം ഭാനുമ പറയണ, മോനെ നീ ഒരു പണി ചെയ്ത്, എന്തായാലും നിനക്ക് നിൻ്റെ അച്ഛനെ കണ്ടെത്തുക എന്നുള്ളത് നിൻ്റെ ലക്ഷ്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ അത് ആര് പറഞ്ഞാലും ഏതൊരു മകനും ഉണ്ടാവുന്ന ആ ഒരു വിഷമാണ് നിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നീ ഒരു പണി ചെയ്യും, കുറച്ച് അമ്പലങ്ങളൊക്കെ നീ അങ്ങ് പോകും. ഈ ഭാനുമ പറഞ്ഞു തരാം പോകാറുള്ള അമ്പലങ്ങളൊക്കെ, അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങുക. അപ്പോൾ കുറച്ച് മനഃശാന്തി കിട്ടും. അതുമാത്രമല്ല ദൈവം എന്തെങ്കിലും ഒരു മാർഗ്ഗം നിൻ്റെ മുന്നിൽ കാണിച്ചു തരും. നിൻ്റെ അച്ഛനെ കണ്ടെത്താനുള്ള ഏതെങ്കിലും വഴി നിനക്ക് തുറന്നു തരും എന്നൊക്കെ പറയാണ്. ആ സമയമാണെങ്കിലോ ഇന്ദ്രന് അതൊരു നല്ല വാക്കായി തോന്നാണ്. ഭാനുമയുടെ ആ വാക്ക് ഇന്ദ്രൻ്റെ മനസ്സിൽ ശരിക്കും തട്ടിയിരിക്കണം. അങ്ങനെ പിന്നീട് ഇന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. ഭാനുമയോടും അനുപമയോടും, അനുനി നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ, കുറച്ച് ദിവസം ഞാൻ അമ്പലങ്ങൾ. അപ്പോൾ ഇന്ദ്രേട്ട എവിടെ പോയാലും ഫോൺ എടുക്കാതിരിക്കരുത്, എനിക്കും യാതൊരുവിധ മനസ്സമാധാനം കിട്ടില്ല ഇപ്പോഴത്തെ ഇന്ദ്രേട്ടന്. അതുകൊണ്ട് ഞാനും കൂടി പോരാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ടാനു, എൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ പ്രയാസത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, അത്രയും സങ്കടടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആരും ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, എനിക്കൊരു വഴി തുറന്നു തരാൻ. കാരണം എൻ്റെ അമ്മയാണ് എല്ലാം എന്നോട് പറയേണ്ടത്. പക്ഷേ എൻ്റെ അമ്മ എന്നോടൊന്നും പറയാത്ത സ്ഥിതിക്ക് എനിക്കെൻ്റെ ആവശ്യമല്ലേ എൻ്റെ അച്ഛനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ തന്നെ അനുപമ ചോദിക്കുന്നുണ്ട്, ഇന്ദ്രേട്ടൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു? അതിന് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛനെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മയാണ് അന്നും സ്നേഹിച്ചത്. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം അറിയാനും കഴിഞ്ഞിട്ടില്ല. അച്ഛനാണെങ്കിൽ മിക്ക ദിവസങ്ങളും ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം കുടിയും കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല, ഇന്ദ്രൻ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ അമ്പലങ്ങളിൽ ഇന്ദ്രൻ പോവണം. തനിക്ക് യാതൊരുവിധ മനസ്സമാധാനം കിട്ടുന്നില്ല. തനിക്ക് എവിടെ പോയാലും സ്വസ്ഥതയും കിട്ടുന്നില്ല. ഒരുവിധ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പോഴും തൻ്റെ ഉള്ളിൽ ഈ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വരാ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കാണിച്ചു തരണേന്ന്. ഏത് ദൈവത്തിൻ്റെ മുന്നിൽ പോയാലും ഇന്ദ്രൻ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ 6-7 അമ്പലങ്ങളൊക്കെ കയറി തൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം താൻ അമ്പലനടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാശി വേഷം ഇട്ടിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു കേട്ടോ.
അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒച്ചയും ബഹളമൊക്കെ തുടങ്ങുകയാണ്. അയാൾ ഇങ്ങനെ ഒച്ചയിടുന്നുണ്ട്. ആളുകളൊക്കെ അയാളെങ്ങനെ തല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. ഉടൻ തന്നെ ഇന്ദ്രൻ ഓടിച്ചെല്ലുന്നത്, ഹേയ് എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരു കാശി വിഷയത്തിൽ ഇരിക്കുന്ന ആ ഒരു വൃദ്ധയായ ഒരാളെ എന്തിനു നിങ്ങൾ അടിക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാളുടെ സ്വഭാവമാണ്. മിക്ക ദിവസവും ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇവിടെ ഇയാൾ മിക്ക ദിവസങ്ങളും ഇവിടെ വന്നിരിക്കും, അമ്പലത്തിൻ്റെ നടയിൽ വന്നിരിക്കും. എന്നിട്ട് വരുന്ന ആളുകളുടെ മുന്നിലൊക്കെ കൈ നീട്ടും, അതല്ലെങ്കിൽ ഇയാൾ പേഴ്സ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയണം. ഇപ്പോൾ ഇന്ദ്രനാണെങ്കിലോ പിറകിൽ കാണുമ്പോൾ ഇന്ദ്രന് സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പോൾ പണി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ അയാൾക്ക് എന്തൊക്കെയോ മേടിച്ചു കൊടുക്കണം എന്ന് തോന്നുകയാണ്. താൻ വീണ്ടും അയാളിലോട്ട് ചെല്ലണം എന്നുള്ളത് തൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ ഇന്ദ്രന് തോന്നണം. അങ്ങനെ ഇന്ദ്രൻ കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ച് അയാളുടെ മുന്നിലോട്ട് ചെല്ലണം കേട്ടോ. ഇത് കഴിച്ചോളൂ, നിങ്ങൾ എന്തിനാ ഈ മറ്റുള്ളവരുടെ പേഴ്സൊക്കെ തട്ടിപ്പറിക്കുന്നത്? ഇതെനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പൈസ ഏതാ എന്നൊക്കെ പറയണം. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അയാൾ ഒന്നും മിണ്ടാതെ നല്ല താടിയൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇന്ദ്രനാണെങ്കിലും ഇന്ദ്രൻ്റെ മനോവിഷമത്തിൽ വല്ലാതെ ആളാരെന്ന് ഇന്ദ്രൻ നോക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തിട്ട് പോവാണ്. അപ്പം കാണാം ഈ അച്ഛൻ്റെ അടുത്തോട്ട് അപ്പൂപ്പ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി വിളിക്കുന്നു കേട്ടോ. ഈ വിളി കേട്ട ഉടൻ തന്നെ മോനിങ് വന്നേ, വായോ, അപ്പൂപ്പൻ്റെ മോന് അപ്പൂപ്പൻ്റെ അടുത്തോട്ട് വന്നേ എന്നിങ്ങനെ പറയുമ്പോൾ താൻ എവിടെയോ കേട്ടൊരു സൗണ്ട്, താൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ സൗണ്ട്. തൻ്റെ ഉള്ളിൽ ആ ഒരു ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ മോനിങ് വന്നേ, വായോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനെ എവിടെയോ കേട്ടൊരു സൗണ്ട് തൻ്റെ ചെവിയിൽ അതിങ്ങനെ കിടന്ന് അലയടിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ പതിയെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ കാണുന്ന കാഴ്ച തൻ്റെ അച്ഛൻ. അപ്പോഴേക്കും ഇന്ദ്രൻ അയാളെ തന്നെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അയാൾ ചോദിക്കുകയാണ്, എന്താ മോനെ, നിനക്കെന്താ വേണ്ടത്? നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എന്നിൽ നിന്ന് വേണോ എന്ന് ചോദിക്കുകയാണ്. മോനിത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഉടൻ തന്നെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ്. ആ സമയം അയാളിങ്ങനെ നോക്കുകയാണ്. അച്ഛാ, എന്നെ മനസ്സിലായില്ല അച്ഛനെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. അപ്പോൾ അയാൾ നീ ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ്. ഉടൻ തന്നെ പറയാണ്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകൻ ഇന്ദ്രനാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അതായത് സുശീലയുടെ ഭർത്താവ് അയാൾ പറയാണ്, ഇന്ദ്രനോ, എൻ്റെ മോൻ ഇന്ദ്രനോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അതെ അച്ഛൻ്റെ മകൻ ഇന്ദ്രനാണ് ഞാൻ എന്ന് പറയണം കേട്ടോ. അച്ഛനെന്നെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. അച്ഛൻ്റെ 2 മക്കൾ സത്യ, സോന, അതുപോലെ മൂത്ത മകനായ ഇന്ദ്രൻ. അച്ഛൻ ഞങ്ങളെ വിട്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം അയാൾ പൊട്ടിക്കരയാണ്. അയാൾക്ക് സങ്കടം താങ്ങുന്നില്ല. മോനെ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാണ്. പിന്നീട് ഇന്ദ്രൻ തൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛനെ ഒരു കോലമാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനിയാണ് എല്ലാ സത്യങ്ങളും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ദ്രൻ തൻ്റെ അച്ഛനെ കണ്ടെത്തും. ആ ഒരു അമ്പലനടയിൽ വെച്ച് ഇന്ദ്രൻ അച്ഛനെ കണ്ടെത്തുമ്പോൾ തൻ്റെ അച്ഛനോട് ഓരോന്ന് ചോദിച്ചറിയാണ് ഇന്ദ്രൻ. ഇനി ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞങ്ങളെ തിരക്കി എന്താ അച്ഛൻ വരാതിരുന്നത്? എന്തിനാണ് ഞങ്ങളോട് ഇത്രയും ക്രൂരത ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സീനാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ അച്ഛൻ എത്തുകയാണ്. യഥാർത്ഥ പ്രതി സുശീലയെ ഇനി ഇന്ദ്രൻ വെറുക്കും.